വെൽക്കം ടു ഡിവൈൻ ഡ്രോപ്സ്. ഇന്ന് ഒരു ഫാമിലി നമുക്ക് പോവാം, ആപ്പിൾ ഫാം. അപ്പം ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുക്ക് ചോദിച്ചപ്പം അവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരുമിച്ച് ആപ്പിൾ ഫാം പോയി കാണാം, കണ്ടിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. നമ്മളോട് 5 മണിക്ക് അവിടെ എത്തണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. 5 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. എൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും മുമ്പിലത്തെ കാറിൽ പോകുന്നുണ്ട്. നാരോയിട്ടുള്ള ഒരു റോഡാണ്, കാരണം നമ്മൾ ഫാമിലോട്ടാണല്ലോ പോകുന്നത്. അത് വീടാണോ അല്ലെങ്കിൽ അല്ലാതെ ഫാം മാത്രമേ ഉള്ളൂ എന്നൊന്നും അറിയത്തില്ല. സോ ആക്ച്വലി ഇതൊരു വീടാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഫാമിലി അവരില്ല അവിടെ. അപ്പം ഞങ്ങളോട് മെസ്സേജിൽ പറഞ്ഞിരുന്നു ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ. അപ്പം ഞങ്ങൾ ആ സമയത്ത് മാക്സിമം ഫോട്ടോ എടുക്കുകയും വീഡിയോ ഒക്കെ എടുത്ത് സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ പരിസരം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഫാമുള്ളൊരു പ്രദേശമാണെന്ന് മനസ്സിലായി. ആക്ച്വലി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഇത്, പക്ഷേ ഞങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നു. ആപ്പിൾ ഫാം ഓൾറെഡി കണ്ടു, അതിൻ്റെ സൈഡിൽ തന്നെയാണ്. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ആപ്പിൾ ഫാം വിസിറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ എന്താ അതിന് പറയുന്നത്, മാങ്ങ ഒക്കെ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മാങ്ങ ഒക്കെ പറിക്കുന്ന ട്രീയും തോപ്പും ഒക്കെ ഇല്ലേ, അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. അവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് അച്ചാച്ചനും അനൂപും കൂടെ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്തിന് അവർ വന്നു. സോ എന്നിട്ട് അവർ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ആപ്പിളിൽ ട്രീയിൽ നമ്മൾ കയറാൻ പാടില്ല, കമ്പ് ഒടിക്കാൻ പാടില്ല, പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. നമ്മൾ പറിച്ചുകൊണ്ട് വരുന്നത് തൂക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇത്രയുമാണ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആപ്പിൾ തോട്ടത്തിലോട്ട് കയറി. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ആദ്യമായിട്ടാണല്ലോ ആപ്പിൾ ട്രീ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയൊരു ഫാം കണ്ടിട്ടില്ല. ഇതൊരു 4.5 ഏക്കറുള്ളൊരു ഫാമാണ്. അപ്പോൾ അവർ ഓൾറെഡി നമുക്ക് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് ഈ ഫാമിനെ പറ്റി. ഈ ഫാമിൻ്റെ നടുക്ക് വശത്ത് നിൽക്കുന്നത് സിട്രസ് ആപ്പിൾസാണ്, അതായത് പുളിയുള്ളത്. കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആപ്പിളാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് സൈഡ് വശത്തായിട്ട് നിൽക്കുന്നത് മുഴുവനും മധുരമുള്ള ആപ്പിളാണ്. അതാണ് കഴിക്കാനായിട്ട് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവർ പറഞ്ഞത് ഓരോ ആപ്പിൾ ട്രീയിലും ചെന്ന് നിങ്ങൾ കഴിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾ പറിച്ചാൽ മതി. എല്ലാം പറിച്ചിട്ട് ലാസ്റ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കോളിംഗ് ബെൽ അടിച്ചാൽ മതി. അവർ പുറത്ത് വന്ന് നമുക്കത് തൂക്കിത്തരും. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 1 kg 1 pound അവർ നമ്മളോട് എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോ എടുപ്പാണ്. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നത്തെ ഒരു കാര്യം, ആദ്യമായിട്ടാണ് സാധാരണ എപ്പോഴും ഞങ്ങൾ രണ്ടും മാത്രമായിട്ടാണ് പുറത്ത് പോകുന്നത്. മിക്കപ്പോഴും ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. ഏത് അവധി ദിവസമാണെങ്കിലും ഞങ്ങൾ വീട്ടിലിരിക്കാറേ ഇല്ല, പുറത്ത് പോവും. കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് പോകും. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു ഫാമിലി ആയിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, അത് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, ഒത്തിരി സന്തോഷം കൂടുതലാണ് വേറൊരു കൊളീഗുമായിട്ടൊക്കെ പോകുമ്പോൾ എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി. പിന്നെ അവിടെ ഉള്ളതാണ് അതൊരു പന്നിയാണ്. എനിക്ക് ആക്ച്വലി ചെറുതായിട്ടൊരു പേടിയുണ്ട്. ചുമന്ന ഉടുപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി അതുമെല്ലാം കൂട് പൊളിച്ച് തിരിച്ച് എന്നെ എങ്ങാനും കുത്താൻ വരുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങ് പോരുന്നു. ലിസേനെ പിടിച്ച് നിർത്താൻ നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ആപ്പിൾ പറിക്കണം. ഞങ്ങളുടെ 2 പേരുടെയും കയ്യിൽ ബാഗ്സ് ഉണ്ട്. ആവശ്യത്തിന് പറിക്കണം. പിന്നെ ഞാൻ ഒത്തിരി ആപ്പിൾ കഴിക്കുന്ന ഒരാളല്ല, എങ്കിലും ഇത് ഫ്രഷ് ഓർഗാനിക് ആയിട്ടുള്ളതാണ്. 2 ആപ്പിൾ ഞാൻ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം ഈ കാണുന്ന ആപ്പിൾ ട്രീയിലെ കഴിച്ച് നോക്കിയിട്ട് നല്ല മധുരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾ എടുത്തു. ഇനി താഴോട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ആപ്പിൾ ട്രീ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഓരോന്നിടത്തും പോയിട്ട് നോക്കി ഇഷ്ടമുള്ളത് പറിച്ച് ബാഗിലിടുക. പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആപ്പിളും നല്ല ആപ്പിളല്ല. ഇപ്പം നമ്മളിത് നോക്കി വേണം പറിക്കാൻ. ഇതിൽ ചില ആപ്പിളിലൊക്കെ ഇങ്ങനെ കുത്തായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ വിൽക്കാനായിട്ടത് പറിക്കാറില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറിക്കാം. അപ്പം നമ്മളത് നോക്കി വേണം പറിക്കാൻ. അപ്പം അത്
ഇത് ഞാൻ നോക്കുന്നിടത്തെല്ലാം അതിന് കുത്തുള്ള ആപ്പിളാണ് കാണുന്നത്, പക്ഷേ അതിന് ടേസ്റ്റ് ഉണ്ട്. അപ്പം ഒരെണ്ണം ഒന്ന് പറിച്ച് കഴിച്ച് നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ, ചെറിയതാണെങ്കിൽ സാരമില്ലല്ലോ, നമുക്കത് ചെത്തിക്കളഞ്ഞാൽ മതിയല്ലോ. അപ്പം ഞാൻ അങ്ങനെ നോക്കിയിട്ട് ആ ട്രീയിലെ നല്ല ആപ്പിളായിരുന്നു, നല്ല മധുരമുള്ള ആപ്പിളായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ആപ്പിൾ പറിച്ചു. പക്ഷേ നോക്കിയാണ് എല്ലാം എടുക്കുന്നത്. പിന്നെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാറ്റടിക്കുന്നുണ്ട്. ഈ കാറ്റടിക്കുമ്പോഴത്തേന് ഒരുമാതിരി പഴുത്ത ആപ്പിളൊക്കെ താഴെ വീഴുന്നുണ്ട്. പിന്നെ നല്ല പഴുത്ത ആപ്പിളാണെങ്കിൽ നമ്മൾ തൊടുമ്പോഴേ ഇങ്ങനെ പറഞ്ഞു വരും. കുറച്ചൊരു കട്ടിയുള്ള, മീൻസ് കുറച്ച് പച്ചയായിട്ടുള്ള ആപ്പിളാണെങ്കിൽ അത് നമുക്ക് പറിക്കാൻ കുറച്ച് ഫോഴ്സ് കൊടുക്കേണ്ടി വരും. എനിവേ, ഇതൊരു നൈസ് എക്സ്പീരിയൻസ് ആണ് എന്തായാലും. എലിസബത്തിനെ അവിടെ ട്രോളിയിൽ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓടി നടന്ന് ആപ്പിൾ പറിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ആ പത്നിയുടെ അടുക്ക് വന്നിട്ടൊന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെ ഞാനങ്ങ് പോയി. എന്താ കണ്ടോ, മനോഹരമല്ലേ? നമ്മൾ ആപ്പിൾ ട്രീ കണ്ടിട്ടുണ്ട്, ഫാമായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ ഇനി ഞാൻ നോക്കുമ്പം ലിസയും അനൂപും അവിടെ തകർത്ത് ഫോട്ടോ എടുപ്പാണ്. അപ്പം എലിസബത്താണെ ഒരു കുഴപ്പമില്ല, അത് അവിടെ ഇരുന്ന് അവൾ ആപ്പിൾ കഴിച്ചുകൊണ്ട് അവളവിടെ ഇരിക്കുകയാണ്. ബാക്കി എല്ലാവരും തകർത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഓരോ ആപ്പിൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. 3 എണ്ണം കൊടുത്തു, കുറച്ച് കഴിച്ചു, കുറച്ച് കളഞ്ഞു, എങ്കിലും വഴക്കൊന്നുമില്ലാതെ അവൾ അവിടെ ഇരുന്നു. അനൂപ് ലിസനെ എടുത്തിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനും നിന്നെ എടുക്കാം, അപ്പം നമുക്ക് വീഡിയോ ഫോട്ടോയൊക്കെ പിടിക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം എന്നെ എടുത്തിട്ട് ഞങ്ങൾ വീഡിയോയൊക്കെ പിടിച്ചു. ആ സമയത്ത് കുഞ്ഞ് എലിസബത്ത് ഇരുന്ന് ഭയങ്കര ചിരി. അപ്പോൾ അച്ഛൻ എന്നെ താഴെ ഇറക്കി. ഇതാണ് ആ ഫാം, 4.5 ഏക്കറാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ വേറെ ഫാമുണ്ട് കേട്ടോ. ചെമ്മരിയാടിൻ്റെ, പന്നിയുടെയൊക്കെ ഫാം ഞങ്ങൾ കണ്ടു. ആ സൈഡിൽ നിൽക്കുന്നത് ചെമ്മരിയാടാണ്. ഇതുപോലെ ഞാൻ വേറെ കാണിച്ചു തരാം. അവിടെ ഒരു പന്നിയുടെ ഒരു ഇത് കണ്ടു, വെള്ള കളറിലെ പന്നി. അതിൻ്റെ മുഖം കണ്ടിട്ട് പന്നിയെ പോലെയും ബോഡി എല്ലാം കണ്ടിട്ട് ഒരു ആടിനെ പോലെയായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് ഡൗട്ടായിരുന്നു അത് പന്നിയാണോ എന്നുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം അതിനെ. അപ്പം അവർ നല്ല തകർത്ത ഫോട്ടോ എടുക്കുവാണ്, നമ്മളും വിടുന്നില്ല. നല്ലൊരവസരം മാക്സിമം മുതലാക്കുവാണല്ലോ. സോ അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഈ ഫാമിൻ്റെ ഇത് പറയുമായിരുന്നെങ്കിൽ അവർ നല്ല ആൾക്കാരാണ് കേട്ടോ. ഇപ്പം ആദ്യമായിട്ടാണല്ലോ, മീൻസ് ഒരു ഇംഗ്ലണ്ടിൽ വന്നിട്ടൊരു വില്ലേജിൽ വന്ന് ഒരു ഫാർമറായിട്ടുള്ളൊരു ഫാമിലീനെ പരിചയപ്പെടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതിനെ കണ്ടിട്ട് ഒരു ആടിനെ പോലെയുണ്ട്, പക്ഷേ അതൊരു പന്നിയാണ്. നല്ല കാറ്റ് അതിൻ്റെ ഇടയ്ക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആപ്പിൾ പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. നമ്മൾ പറിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഇതുപോലെ കാറ്റടിക്കുമ്പോഴത്തേന് ഒരുമാതിരി ആപ്പിളൊക്കെ താഴെ വീഴും, മാങ്ങ വീഴുന്നത് പോലെ. അങ്ങനെ താഴെ മുഴുവനും ആപ്പിൾ വീണ് കിടക്കുക. ഈ ആപ്പിൾ ഒരു ചെറിയൊരു കുത്തുണ്ട്, പക്ഷേ സാരമില്ല, നമുക്ക് കളഞ്ഞിട്ടെടുക്കാം. പക്ഷേ അത് നല്ല മധുരമുള്ള ആപ്പിളാണ്, അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചു. സോ ആവശ്യത്തിന് പറിച്ചു, ഒരു 5 കിലോളം ഞാൻ പറിച്ചു, അത്രയും മതി. കാരണം വീട്ടിൽ കുറച്ച് ഇരിപ്പുണ്ട്, നമുക്കറിയത്തില്ലായിരുന്നു നമ്മളിതുപോലെ ഫാമിലി വരുന്നുണ്ടെന്ന്. അപ്പം നേരത്തെ മേടിച്ച് വെച്ചത് കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടം ഇല്ല ആപ്പിൾ കഴിക്കുന്നത്. പിന്നെ ഒത്തിരി മേടിച്ച് വെച്ചാലും അത് ചീത്തയായി പോകത്തേയുള്ളൂ. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് വേണം ഇതെടുക്കാനും. ഇപ്പോൾ ഒരു 5 കിലോയുടെ അടുത്തുള്ളത് നമുക്ക് ആവശ്യമുള്ളൂ. 5 കിലോയ്ക്ക് 5 പൗണ്ട് കൊടുക്കേണ്ടി വരുമായിരിക്കും. എനിവേ, നമ്മൾ ആവശ്യത്തിനുള്ളതൊക്കെ ഫ്രഷ് ഓർഗാനിക് ആയിട്ടുള്ള ആപ്പിളാണ്. അത് നമ്മൾ വാങ്ങിച്ചു, എടുത്തു. ഇനി കൊണ്ടുപോയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഇവരുടെ കാര്യം പറയുകയാണ്, അവർ നല്ല ഫാമിലിയാണ്. ഒരുപാട് സംസാരിച്ചു, നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യവും ഇന്ത്യയെ പറ്റിയും കേരളത്തെ പറ്റിയൊക്കെ ഒരുപാട് മനുഷ്യർ സംസാരിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു, അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും മാക്സിമം കഴിക്കാൻ പറ്റുന്നവരൊക്കെ കഴിക്കുക. ഞാൻ 2 എണ്ണേ കഴിക്കാൻ എനിക്ക് പറ്റിയുള്ളൂ. ഞാൻ ഓൾറെഡി ചോറ് കഴിച്ചിട്ട് പോയതാണ്. പിന്നെ നമ്മളൊരു ചെറിയൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ എൻ്റെയും അമ്മൂൻ്റെയും ഫേസ് കിട്ടിയില്ല. ഞാനൊരു സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പം അങ്ങനെ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തത്. എന്നെ അമ്മൂനെയും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ആപ്പിൾ പിക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. കോളിംഗ് ബെൽ അടിച്ചു, പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അവർ വന്നിട്ട് നമുക്കത് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ പുറത്ത് കണ്ടോ പ്ലമ്മ,
ഇത് പ്ലം, ചെറി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഈ വീട്ടിൽ. നെക്സ്റ്റ് ടൈം വിസിറ്റിങ്ങിന് വരുമ്പം പ്ലമ്മിൻ്റെ ഫാം കാണിച്ചു തരാം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഇത് അവരുടെ വീടിൻ്റെ അകമാണ്. ഞാൻ എലിസബത്തിനെയും കൊണ്ട് പുറത്ത് പോയിരുന്നു. അവരവിടെ നിന്നിട്ട് അത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് പൈസയൊക്കെ അടച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം അവർ നല്ല ഫാമിലിയാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം അവർ തന്ന ഗിഫ്റ്റാണ് ഈ ബുക്ക്. ഇത് ആ പുള്ളിക്കാരൻ മീൻ പിടിക്കാൻ പോയപ്പം എടുത്തിട്ടുള്ള ഫോട്ടോസ് ഡിജിറ്റൽ പ്രിൻ്റ് ആക്കിയിട്ട് എടുത്തേക്കുന്നതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, അതിന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കത് ഒരു ഗിഫ്റ്റായിട്ട് അവർ തന്നതാണ് നമ്മളവിടെ ഫാമിൽ ചെയ്യുന്നതിന്. വീണ്ടും നമ്മൾ ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് വെൽക്കം ചെയ്തിട്ടാണ് വിട്ടേക്കുന്നത്. അപ്പം നമ്മൾ എല്ലാം ചെയ്തു, പേയ്മെൻറ്റൊക്കെ അടിച്ചു. ഇനി നമ്മൾ പോവാണ്. ഞാനൊരു 5 കിലോ പറിച്ചു, അവർ ലിസയും അനൂപും കൂടെ ഒരു 10 കിലോ പറിച്ചു. അപ്പോൾ ഇതാണ് ആ വീട്. അപ്പം ഞാൻ ഈ ഫാമിൻ്റെ മാപ്പും പോകാനുള്ള ഡയറക്ഷനൊക്കെ താഴെ ഇട്ടേക്കാം. അപ്പം നമ്മൾ തിരിച്ചിനി പോവാണ്. പോകുന്ന വഴിക്ക് വേറെ ഫാമുകളൊക്കെ ഉണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. വീടെത്താറായി. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി. കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പം വീഡിയോ ഒത്തിരി ലെന്ത് ആയതുകൊണ്ടാണ് ഞാനത് നിർത്തുന്നത്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.